നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡലിക്കും ദോശയ്ക്കും ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ചമ്മന്തിയുടെ റെസിപ്പി ഒന്ന് കാണാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവോള ഇട്ട് കൊടുക്കാം. അരിഞ്ഞോ അതല്ലെങ്കിൽ ചതച്ചതോ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ കൈ വെച്ചൊന്ന് ഞെരടിയെടുക്കണം. ഇനി ഇതിലേക്ക് എരിവില്ലാത്ത നല്ല കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്തേക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടി തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി വേണ്ടത് കായപ്പൊടിയാണ്. അത് 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഈ ഒരു ചമ്മന്തിക്ക്. ഇനി ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു ചമ്മന്തിയിലേക്ക് ഇത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് നല്ലൊരു മണമൊക്കെ വരും വെളുത്തുള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എത്രത്തോളം നിങ്ങൾക്ക് ഇത് ലൂസാക്കി വേണോ അത്രയും വെള്ളം ചേർക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താലും ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു കുറവും വരില്ല. നല്ല രുചിയാട്ടോ ഇത് കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഇഡലിക്ക് ഉണ്ടാക്കിയത് കൊണ്ട് അല്പം ടൈറ്റായിട്ടാട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ മുളക് പൊടി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതലും ഈ ഒരു ചമ്മന്തി ഇഡലി കഴിക്കാനായിട്ടാട്ടോ ടേസ്റ്റ് കൂടുതൽ. മാത്രമല്ല തട്ടുദോശയ്ക്കും പൂരിക്കും ഒക്കെ ഇത് നല്ലതാട്ടോ. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ ഒരു കണക്കിലാട്ടോ ഞാൻ എടുത്തത്. വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്